നിങ്ങൾക്ക് ഞാൻ മക്കയുടെ മുഴുവൻ ചരിത്രങ്ങളും ഈ ഒരൊറ്റ പോയിന്റിൽ നിന്നിട്ട് ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ പറഞ്ഞു തരട്ടെ. ആദ്യമായിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുള്ള വീട് നിന്നിരുന്ന സ്ഥലം, അതായത് ഈ കാണുന്നത് മറുവയാണ്, സഫാ മറുവന്റെ പുറംഭാഗം. മറുവയുടെ നേരെ പുറംഭാഗമാണത്. ഇവിടെ ഈ ബോർഡിന്റെ നേരെ താഴ്ഭാഗത്തായ ആൾക്കാർ നിൽക്കുന്ന ആ ഭാഗത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുള്ളത്. അതിന് നേരെ അടുത്തായിട്ട് അലി റളിയല്ലാഹുവിന്റെ വീട്, ഇവിടെ ബാബ് അലി എന്നുള്ള ഒരു ഗേറ്റ് ഉണ്ട്, അവിടെയാണ് അലി റളിയല്ലാഹുവിന്റെ വീടുള്ളത്. അതേപോലെ തന്നെ മറുവയുടെ നേരെ പുറത്തായിട്ട് കാണുന്ന ഈ പാലത്തിന് നേരെ താഴ്ഭാഗത്താണ് ഖദീജ ബീവിയുടെ വീടുള്ളത്. അതുപോലെ തന്നെ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട് കഅബയുടെ മുൻഭാഗത്തും കഅബയുടെ പിറകുവശത്തായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. അതായത് ഈ കാണുന്ന ക്ലോക്ക് ടവർ ആണ്. ക്ലോക്ക് ടവറിന് തൊട്ടടുത്തുള്ള ഷെരീക്കത്ത് മക്ക അല്ലെങ്കിൽ മക്ക ടവറിലാണ്, ആ ഭാഗത്തായിരുന്നു അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ജബലുമർ എന്ന ഭാഗം. ഇവിടെയാണ് മക്ബറത്ത് ശുബൈക്ക എന്നുള്ളൊരു മക്ബർ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം സഫാ മർവയുടെ പുറത്തിറങ്ങുന്ന ഭാഗമാണ്. അവിടുന്ന് എക്സിറ്റ് എടുത്ത് നേരെ നടന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഈ പാലം, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാലം, ആ പാലം കഴിഞ്ഞ പാടാണ് അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയാണ് മസ്ജിദ് ഷജറ. അത് നേരെ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് മാറിയിട്ടാണ് പിന്നെ മസ്ജിദ് ജിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഈ നേരെ അങ്ങോട്ട് കാണുന്ന ആ ഭാഗത്താണ്, ആ മതിൽ കാണുന്ന നേരെ താഴ്ഭാഗത്തായിട്ടാണ് ജന്നത്ത് മുഅല്ല, മക്ബറത്ത് മുഅല്ല ഉള്ളത്. ഖദീജ ബീവിയുടെ മക്ബറൊക്കെ ഉള്ള മക്ബറത്ത് മുഅല്ല അവിടെയാണുള്ളത്. ഇനി അടുത്തത് നേരെ വന്നു കഴിഞ്ഞാൽ ജബലുന്നൂർ അല്ലെങ്കിൽ ഹിറാ ഗുഹ ഉള്ളത്. ഹിറാ ഗുഹ ഇവിടുന്ന് നോക്കിയാൽ കാണൂല, ഈ മലയുടെ നേരെ പിറകുവശത്തായിട്ട് ആ ഭാഗത്തായിട്ടാണ് ഉള്ളത്, നോക്കിയാൽ കാണൂല. പക്ഷേ നമുക്ക് നോക്കിയാൽ കാണുന്ന മറ്റൊന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുള്ള ഹിജ്റയുടെ വഴി, ഖദീജ ബീവിയുടെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞു. ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രി ഇറങ്ങുന്നത്. നേരെ ആദ്യം പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം അവിടുന്ന് നേരെ പിറകുവശത്തേക്ക് പോകും. ഈ വഴി തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ പിറകുവശത്തോട് കൂടി പോയി പിന്നെ ത്വരീഖുൽ ഹിജ്റ എന്നുള്ള ഇന്ന് മിസ്ഫല എന്നുള്ള ഭാഗത്തൂടെ പോയി കുദായി ആ വഴിക്ക് പോയി അങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ ചെന്ന് അവിടെ എത്തുന്നത് ആ കാണുന്നതാണ് സൗർമലയുടെ ആ ടോപ്പിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനും സഹായികളായിട്ടുള്ള രണ്ടാൾക്കാരും ആ യാത്രയിൽ അവർ വിളിച്ച് താമസിച്ച സ്ഥലമാണത്. ഇങ്ങനെ മക്കയുമായി കോർത്തിണങ്ങി കിടക്കുന്ന ഓരോ ചരിത്രങ്ങളും, അതിൽ ഭൂമിയിൽ ഒരു തരിമണ്ണായി രൂപപ്പെട്ട മക്കയുടെ ചരിത്രം മുതൽ 1,24,000 വരുന്ന പ്രവാചകന്മാരും ഏറ്റവും അവസാനം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജനിക്കുന്നതും നുബുവത്ത് കിട്ടുന്നതും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതും തിരിച്ചു വരുന്നതും ഫതഹ് മക്ക കീഴടക്കുന്നതും ഏറ്റവും അവസാനം ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടക്കുന്നതും അങ്ങനെയുള്ള എല്ലാ ചരിത്രങ്ങളും ഈ പോയിന്റിൽ നിന്ന് നമുക്ക് കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നുള്ളതാണ്.